പൊങ്കാലയുടെ പുണ്യത്തിലേക്ക് മനസ്സുണരുവാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തർക്കും പൊങ്കാല സമർപ്പിക്കാം. ഉത്സവത്തിന്റെ 9ാം ദിവസമായ കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് പൊങ്കാല ആഘോഷിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകയായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുമ്പ് വ്രതം തുടങ്ങണം? പൊങ്കാലയിടുന്നവരെല്ലാം വ്രതമെടുക്കണം. കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള 9 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. 7, 5, 3 ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നവരുമുണ്ട്. ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കുന്നു. വ്രതം എന്നാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം കൂടിയാണത്. വ്രതമെടുക്കുന്ന 9 ദിവസങ്ങളിലും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സർവ്വ ദുരിതവും മാറ്റിത്തരണമേ, അനുഗ്രഹം ചൊരിയണമേ, നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ, ദൃഷ്ടിദോഷം, വെളിദോഷം, ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കണം. ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് തന്നെ തോന്നില്ല, ക്ഷീണവും വരില്ല. ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ പഴവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കണം. മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ദേവീ സ്തോത്ര നാമാദികൾ ചൊല്ലുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. ഇതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ശരീരശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയുമാണ് പ്രധാനം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവ വേണം പൊങ്കാലയിടുവാൻ. മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം. പുലവാലായ്മയുള്ളവർ പൊങ്കാല ഇടരുത്. പ്രസവിച്ചവർക്ക് 90 കഴിഞ്ഞേ പാടുള്ളൂ, അല്ലെങ്കിൽ ചോറൂണു കഴിഞ്ഞ് പൊങ്കാലയിടാം. ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുമ്പച്ചൂടേറ്റ് തിളച്ചുമറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത്. ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ചെറുപയർ, കശുവണ്ടിപ്പരിപ്പ്, എള്ള് ഇത്രയും സാധനങ്ങളാണ് പൊങ്കാലയിടാൻ വേണ്ടത്. പൊങ്കാലയ്ക്ക് തീ പകരും മുമ്പ് അടുപ്പിന് മുകളിൽ വിളക്കും നിറനാഴിയും വെക്കണമോ? അതെന്തിനു വേണ്ടിയാണ് വെക്കണം? ദേവതാ സാന്നിധ്യ സങ്കല്പമുള്ളത് കൊണ്ടാണ്. അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർദ്ധനയും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണേ എന്നും പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വെക്കുന്നത്. അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തണം. പൊങ്കാല തിളച്ചു തൂക്കുന്നതാണ് ഉത്തമം. ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ട് തൂക്കിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കും. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും. പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല. നവഗ്രഹ ഭജനം നന്നായി വേണമെന്ന് സാരം. തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റ് നടത്തേണ്ടത്. ദേവിയുടെ ഇഷ്ടനിവേദ്യമാണിത്. തെരളിയുടെ പ്രത്യേകത: ദേവീ ദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണിത്. കാര്യസിദ്ധി ഉണ്ടാകും. പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പണ്ടുകാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം. എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദ ഊട്ട് കഴിക്കാവുന്നതാണ്. പൊങ്കാലയും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത്. ദേവീ ചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതി.
അന്യമതസ്ഥർക്ക് പൊങ്കാല ഇടാമോ എന്നൊരു ചോദ്യമുണ്ട്. ദേവിക്ക് ജാതി മത വ്യത്യാസമില്ല. ആർക്കു വേണമെങ്കിലും പൊങ്കാലയിടാം.